തിന്മയുടെ മേൽ നന്മ കൈവരിച്ച നേട്ടത്തെ അനുസ്മരിച്ച് എരുമേലിയിൽ പേട്ടതുള്ളിയ തീർത്ഥാടക സംഘങ്ങൾ പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തേക്ക് പ്രവഹിച്ചതോടെ പൂങ്കാവനം പർണശാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാട്ടുകമ്പുകൾ കൊണ്ടും ഇലകൾ കൊണ്ടും ആയിരക്കണക്കിന് പർണശാലകളാണ് പൂങ്കാവനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു തീർത്ഥാടനകാലം കൊണ്ട് അനുഷ്ഠിച്ച വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് ശേഷം സംക്രമസന്ധ്യയിൽ പൊന്നമ്പലമേട്ടിലെ മകരദീപവും മകരജ്യോതിയും ദർശിക്കുന്നതിന് ശരണമന്ത്രങ്ങളോടെ കാത്തിരിക്കുകയാണ് തീർത്ഥാടക ലക്ഷ്യങ്ങൾ. கடந்த 17 ஆண்டுகளாக மக விளக்கத்தை வந்துட்டு இருக்கோம். மக விளக்கு முடிஞ்சு அந்த நைட்டு 9 மணிக்கு கிளம்பி போனாங்க. എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് കണ്ടിട്ട് തന്നെ പോയിട്ടുള്ളൂ. ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ പമ്പയിൽ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സൗകര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കയറി തുടങ്ങി. ഇവിടെ പഴയ കാലത്തുള്ള ഇത്രയും ഇങ്ങോട്ടൊന്നും വന്ന് വീതി വെച്ചിരുന്നില്ല. അന്ന് മൃഗങ്ങളുടെ സജ്ജന് ഈ ഭാഗങ്ങളിലൊക്കെ മൃഗങ്ങളുടെ സജ്ജന് ഞങ്ങൾ ആ ഭാഗത്ത് തന്നെ വീതി വെച്ചിരുന്നത്. ഇപ്പോൾ കാലങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെ വഴി മറ്റുള്ള കാലത്തൊക്കെ ഇങ്ങനെ വീതി വെച്ചിട്ടുണ്ട്. പാണ്ടിത്താവളം, പുല്ലുമേട്, നീലിമല, അട്ടത്തോട്, പമ്പ, ഹിൽ ടോപ്പ് തുടങ്ങിയ മകരദീപം ദർശിക്കാവുന്ന സ്ഥലങ്ങളിലാണ് തീർത്ഥാടകർ പർണശാലകൾ കെട്ടിയിരിക്കുന്നത്. കാടും മേടും നിറഞ്ഞ തീർത്ഥാടകർ ശരണമന്ത്രങ്ങളും ഭജനയുമായി സംക്രമസന്ധ്യയ്ക്കായി കാത്തിരിക്കുകയാണ്. സന്നിധാനത്തുനിന്നും ക്യാമറമാൻ ശശികാന്തിനൊപ്പം പങ്കജാക്ഷൻ, അമൃത ന്യൂസ്.